ഇനി വദമുൽ ബസറാത്തി കൽ ബറാഗീസി, ബസറത്തുകളുടെ രക്തം ബുർഗൂസിന്റെ ബറാഗീസിന്റെ രക്തം പോലെയാണ് എന്നാ. എന്താ ഈ ബസറാത്ത് എന്ന് പറഞ്ഞത്? വദമുൽ ബസറാത്തി ബി ഫത്ഹിൽ മുസല്ലസത്തി, മൂന്ന് പുള്ളിയുള്ള സായിന് എന്താണ് ഫതഹ, ബസറാത്ത് ജമ്മാവുമ്പോ ജമ്മു ബസ്രത്തിൻ, ബസ്രത്ത് എന്നുള്ള എന്റെ ബഹുവചന ബി സുക്കൂനിഹ, ആ മുസല്ലസത്ത് മൂന്ന് പുള്ളിയുള്ള സായിന് സുക്കൂനാണ് മുഫ്രദില്, ബസ്രത്ത് ബസറാത്ത് അങ്ങനെ. എന്നാല് വഖത്തുഫ്തഹു ചിലപ്പോ ആ സായിന് ഫതഹും ചെയ്യും, ബസറത്ത് ബസറാത്ത് അങ്ങനെയുണ്ട്. വഹിയ, ഈ ബസറത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഖുറാജുൻ സഗീറുൻ, ചെറിയ ചോരക്കുരുവിനാണ് ബസറത്ത് എന്ന് പറയാം. പിന്നെ ദുമ്മല് എന്ന് പറയും കുറച്ച് വലുതാണെങ്കിൽ, അതിനുശേഷം വരുന്നുണ്ട്. കൽ ബറാഗേസി, ബറാഗേസ് പോലെയാണ് എന്ന് പറയുമ്പോ അതിന്റെ എന്താണ് രക്തം പോലെ. ഫയുഫാൻഹു, അപ്പൊ ആ ബസറാത്തിന്റെ രക്തത്തിനെ തൊട്ട് അഫു ഉണ്ട്, പക്ഷെ ഇതുണ്ട്, അത് ഹൈസുലം യുസർ എന്താണ്, അത് ഇവൻ പിഴിഞ്ഞ് പൊട്ടിച്ചിട്ടില്ലെങ്കിൽ, ആ ചോരക്കുരുവിനെ ഇവൻ പൊട്ടിച്ചതാണെങ്കിൽ മസല വേറെ വരുന്നുണ്ട്, പൊട്ടിച്ചിട്ടില്ലെങ്കിൽ എന്താണ് ബുർഗൂസിന്റെ രക്തം പോലെ. മുത്തലക്കൻ, മുത്തലക്കായ അഫു ഉണ്ട്, കുറവാണെങ്കിലും കൂടുതലാണെങ്കിലും ഒക്കെ അഫു ഉണ്ട്, ഇന്തിഷാർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ എന്നല്ല അതിന്റെ അർത്ഥം. അലല്ല സഹി, പിന്നെ അത് വിയർപ്പ് കൊണ്ട് പറഞ്ഞാലും അത് നേരത്തെ പറഞ്ഞല്ലോ. അലല്ല സഹി കാരണം വലബത്തിൽ വിത്തിലായി വിഹായിലൻ, ഈ ബസറാത്തിന്റെ രക്തം, അതായത് ബസറത്തുകളെ കൊണ്ടും ആ ഇടങ്ങേറാകല് പ്രയാസപ്പെടൽ ഗാലിബാണ്. അയിലെന്ന് പറഞ്ഞാൽ ബറാഗീസുകളെ കൊണ്ട് പ്രയാസപ്പെടും പോലെ, അതിന്റെ രക്തമാണ് ഉദ്ദേശം. പിന്നെ അയിലെന്ന് ചില നുസ്ഖയിൽ ഇല്ലാന്നറിയുന്നുണ്ട്. പിന്നെ വക്കീല ഇൻ അസറഹു ഫല, എന്നാല് അതിനെ അസർ ചെയ്താൽ ഈ ബസറത്തിന്, അതായത് ആ ഖുറാജുൻ സഗീർ ഉണ്ടല്ലോ, ഖുറാജുൻ സഗീർ എന്നുള്ള അർത്ഥത്തിനാണ് എന്താക്കിയത്, ബസറത്തിന് മുഫ്രദ് മുദക്കർ ലമീർ അടക്കിയതെന്നാ തോന്നുന്നത്. അപ്പൊ ആ ചോരക്കുരുവിനെ ഇവൻ പിഴിഞ്ഞ് ഇവൻ പൊട്ടിച്ചാലോ, ഫലായുഫാൻഹു മുത്തലക്കൻ, ആ കുറവാണെങ്കിലും കൂടുതലാണെങ്കിലും അഫുല്ല എന്നൊരു അഭിപ്രായം ഉണ്ട്. അതൊക്കെ ഇല്ല. എന്നാൽ ഇസ്തിഗ്നാഇഹി അൻഹു, കാരണം ഇവന് ഇതിനുണ്ട് എന്തിനെ തൊട്ട്, അൻഹു അസിറിനെ തൊട്ട്. ഇവനെ പൊട്ടിക്കേണ്ട ആവശ്യമില്ലല്ലോ, അത് എന്താണ് ആ തനിയെ പൊട്ടിപ്പോയിക്കോളുമല്ലോ, അപ്പൊ ഇവൻ ഞെക്കി പൊട്ടിക്കേണ്ട ആവശ്യം ഉണ്ടായില്ല. അപ്പൊ പിന്നെ അഫുല്ല എന്ന് പറഞ്ഞു. എന്നാല് അത് കീലയാണ്. വല്ല സഹു, അതിന്റെ എതിര്, കീലന്റെ എതിര് അസഹ എന്താണ്, അന്നഹു യുഫാ അൻഹു അൻ ഖലീലിഹി ഫഖത്ത്, ഈ അസർ ചെയ്യുമ്പോ ഖലീലിനെ തൊട്ട് അഫു ഉണ്ട്. നേരത്തെ പറഞ്ഞതിൽ ലായുഫാ അൻഹു മുത്തലക്കൻ എന്നല്ലേ, ഖലീലായാലും ഇല്ല എന്നാ. അപ്പൊ ഖലീലിനെ തൊട്ട് അഫു ഉണ്ട് പൊട്ടിച്ചാൽ. ഇതുപോലെ കദ്ദമി ബുർഗൂസിൻ ഖത്തലഹു, ഇവൻ കൊന്ന ഒരു ബുർഗൂസിന്റെ രക്തം പോലെ. ഇവന്റെ ശരീരത്തിലെ വസ്ത്രത്തിൽ വെച്ച് ഒരു ബുർഗൂസിനെ കൊന്ന്, അതിന്റെ രക്തം ഖലീലാണ്, എന്നാ കുഴപ്പമില്ല. ലിഅന്നൽ ഖദ് യഹ്താജു ഇലൈഹി, അസറിന് ഗിനുണ്ട് എന്നാ പറഞ്ഞാൽ, ഇസ്തിഗ്നാഇഹി അൻഹു എന്ന് പറഞ്ഞാൽ അതങ്ങനെയല്ല, ചിലപ്പോൾ പൊട്ടിക്കേണ്ടി വരും, അങ്ങനെയാണ്. പിന്നെ ഖാല ബഅദുഹും വയുസ്തറത്തു ഹുനാ ഇലൻ അല്ലാ യന്തഖില അൻ മഹല്ലിഹി, ചിലരങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എന്താണ്, മഹല്ലിനെ തൊട്ട് വിട്ട് കിടക്കരുത് എന്നത് ഷർത്താണ് അഫു ഉണ്ടാകണമെങ്കിൽ. വയില്ല, അങ്ങനെ മഹല്ലിനെ തൊട്ട് വിട്ടുകിടന്നാൽ ലം യുഫ ഇല്ല അൻ ഖലീലിഹി എന്ന് പറഞ്ഞു. ഖലീലിനെ തൊട്ടേ അഫു ഉണ്ടാവുള്ളൂ. അഖദം മിൻ കലാമിൻ നവവി റഹിമഹുല്ലാഹു ഗൈരിഹി എന്ന് പറഞ്ഞു. എന്നാല് ആ വിട്ടുകിടക്കാന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ വിയർപ്പ് കൊണ്ട് വ്യാപിക്കുന്നല്ല, അത് നേരത്തെ പറഞ്ഞല്ലോ അഫു ഉണ്ട് എന്നുള്ളത്. അപ്പൊ ആ വിയർപ്പ് കൊണ്ട് പരന്നു പോയതുണ്ട്, അതല്ലാതെ വിട്ടുകിടക്കുക എന്നുള്ളത്. അപ്പൊ ഇന്നമായ തജിഹുദാലിക ഫീ ഗൈരി മുഹാദിൽ ജുറഹി, അതിന്റെ മഹല്ല് വിട്ടുകിടക്കരുത് എന്ന് പറഞ്ഞത്, അതായത് ആ എന്താണ് ഖുറാജ്, ആ ബസറത്തിന്റെ സ്ഥലം വിട്ട് മറ്റു സ്ഥലത്തേക്ക് പോകരുത് എന്നാലേ അഫുള്ളൂ എന്ന് പറഞ്ഞത് എവിടെയാണത്? ഫീ ഗൈരി മുഹാദിൽ ജുറഹി മിനസ് സൗബി, അണ്ട ജുറഹിനോട് നേർക്ക് നേരെയുള്ള വസ്ത്രം ഉണ്ടല്ലോ, അപ്പൊ തുണിയിൽ പറ്റൂലേ, ആ വസ്ത്രത്തില് എന്താണ് ആ ജുറഹിനോട് മുഹാദി അല്ലാത്തതിലാണ് അത് ന്യായമാകുന്നത്. അല്ലാത്തതിൽ ഖലീലിനെ തൊട്ടേ അഫുള്ളൂ എന്ന് പറയണം. ആ മുഹാദിയിലാണെങ്കിലോ ആ അമ്മ മുഹാദിഹി, ആ ജുറഹിനോട് മുഹാദിയായ ആ വസ്ത്രത്തിന്റെ ഭാഗം ഫയംബഗയുൽ ഹഖ ബിഹി,
അത് അതിനോട് ചേർക്കേണ്ടതാണ്. എന്തിനോട് ചേർക്കണോ? ആ മുഹാദി ആ മഹല്ലിനോട് ചേർക്കണം. അപ്പൊ മഹല്ലില് ഖലീലിനെ തൊട്ടും കസീറിനെ തൊട്ടും അഫുള്ള പോലെ തന്നെ എന്താണ് അതിനോട് മുഹാദിയായ വസ്ത്രത്തിന്റെ ഭാഗം അവിടെയും ഖലീല് കസീറിനെ തൊട്ട് അഫുണ്ട്. കാരണം എന്താ? ലിറൂറത്തിൽ ലിബിത്തിലായി ബി കസറത്ത് ഇന്ത്യകാലിഹി ഇലൈഹി, ആ ദമ് നീങ്ങുക എന്നത് കസീറാണ് എന്ന പ്രയാസമുണ്ട്. ആ പ്രയാസം ആ ലറൂറത്തായിട്ടുണ്ട് എന്നർത്ഥം. എന്തിലേക്ക് നീങ്ങുക? ഇലൈഹി, ആ മുഹാദിയിലേക്ക്, സൗബിൽ നിന്ന് ഈ മുറിവിന്, ഈ ചോരക്കുരുവിന് നേർക്കുനേരെ നിൽക്കുന്ന ആ ഭാഗത്തേക്ക് നീങ്ങുക. അപ്പൊ അവിടെ അഫുണ്ട്. അപ്പൊ അത് ആ അവസരത്തിൽ അവിടെ പറ്റിയാല് കുഴപ്പമില്ല എന്നർത്ഥം. പിന്നെ വദ്ദമാമീലു വൽ ഖുറൂഹു വ മൗദിഉൽ ഫസ്ദി വൽ ഹിജാമത്തി ഖീല കൽ ബസറാത്തി വല്ലസഹു ഇൻകാന മിസ്ലുഹു യദൂമു ഗാലിബൻ ഫക്കൽ ഇസ്തിഹാലത്തി വഇല്ലാ ഫക്കദബിൻ ലജ്നബിയി ഫലാ യുഫാ എന്നാണ്. പിന്നെ വഖീല യുഫാ അൻ ഖലീലിഹി ഖുൽതു അല്ലസഹു അന്നഹ കൽ ബസറാത്തി. അങ്ങനെ മത്തിന്. അപ്പൊ ദമാമിൽ ദുമ്മലിന്റെ ദമ്മാണ് ദമാമിൽ, വലിയ ചോരക്കുരു, ബസറത്തിനേക്കാൾ വലുത്. വൽ ഖുറൂഹ് എന്ന് പറഞ്ഞാൽ മുറിവുകൾ, ശരീരത്തിലേൽക്കുന്ന മുറിവുകൾ. മൗലിഉൽ ഫസ്ദി വൽ ഹിജാമത്തി, ഫസ്ദ് ഹിജാമത്ത് ഇതിന്റെയൊക്കെ മൗലികൾ. കയ്യിലെ കൽ ബസറാത്തി, അത് ബസറത്ത് പോലെയാണെന്നൊരു ലൈഫായ അഭിപ്രായം. വല്ലസഹു, ബസറത്തിന്റെ ദമ്മ് പോലെയാണെന്ന് പറയുമ്പോൾ ഖലീലിനെ തൊട്ടും കസീറിനെ തൊട്ടും ഒക്കെ അഫുണ്ട് എന്ന് മുമ്പ് പറഞ്ഞല്ലോ, അതുപോലെ വരും. വല്ലസഹു ഇൻകാന മിസ്ലു യദൂമു, എന്നാൽ അസഹ് ഇത് എന്താണ്? ഗാലിബിലും നിലനിൽക്കുന്നതാണ്. അതായത് അതിൽ നിന്ന് ഒലിക്കുന്ന രക്തം ഇങ്ങനെ ഒലിച്ചുകൊണ്ടേയിരിക്കുന്ന അർത്ഥം. അതായത് യദൂമു ഗാലിബൻ എന്ന് പറഞ്ഞാൽ. എങ്കിലും ഫക്കൽ ഇസ്തിഹാലത്ത് പോലെയാണ്. അപ്പൊ എന്താക്കണം? ഒതുകൊടുക്കുന്നതിന്റെ മുമ്പ് അതെല്ലാം എന്താണ് കഴുകി വൃത്തിയാക്കിയിട്ട് പിന്നെ വെച്ച് കെട്ടിയിട്ട് പിന്നെ ഒതുകൊടുക്കണം എന്ന് വരും, ഇസ്തിഹാലത്ത് പോലെയാണെങ്കിൽ. ഇല്ല അല്ല, അങ്ങനെ അതിന്റെ മിസില് ദായിമാകുന്നതല്ല, അതിങ്ങനെ ഒലിച്ചോണ്ടിരിക്കൂല എന്നുണ്ടെങ്കിൽ ഫക്കത്ത് അജ്നബിയി, അജ്നബിയിന്റെ രക്തം പോലെയാണ്. മറ്റൊരാളിന്റെ രക്തം ഇവന്റെ ശരീരത്ത് പറ്റും പോലെയാണ്. മറ്റൊരാളുടെ രക്തം ഇവന്റെ ശരീരത്ത് പറ്റിയാല് അഫു ഉണ്ടാവുമോ? ഇല്ല, അഫു ഉണ്ടാവില്ല എന്ന് ഒരഭിപ്രായം. പിന്നൊരഭിപ്രായം ഉള്ളത് ഖീല യുഫാ അൻ ഖലീലിഹി, മറ്റൊരാളുടെ രക്തം പോലെ ആകുമ്പോൾ ഖലീലായാലും കസീറായാലും അഫുവില്ല. ബസറത്ത് പോലെയാണെന്നുണ്ടെ ഖലീലായാലും കസീറായാലും അഫുണ്ട്. പിന്നെ എന്താണ്? പിന്നെ ഇസ്തിഹാദത്ത് പോലെയാകുന്ന ഒരു രൂപം. പിന്നെ പറഞ്ഞ് കുൽത്തു അല്ലസഹു അന്നഹ കൽ ബസറാത്തി, ഖലീലിനെ തൊട്ട് അഫുണ്ട് എന്നൊരു കീല പറഞ്ഞിട്ട് പറയാ. ബസറാത്ത് പോലെ ആദ്യം പറഞ്ഞ കീലയാണ് സഹീഹീന അസഹീന. ഇനി വദ്ദമാമീലു വൽ ഖുറൂഹു വ മൗദിഉൽ ഫസ്ദി വൽ ഹിജാമത്ത് ഖീല കൽ ബസറാത്തി ഫയുഫാ അൻ ദമിഹ ഖലീലിഹി വ കസീരിഹി. അപ്പോൾ ഈ പറഞ്ഞ ഫസ്ദ്, ഹിജാമത്ത്, ഖുറൂഹ്, ദമാമീൽ ഇതിന്റെ രക്തം അതിനെ തൊട്ട് അഫുണ്ട്, അതിന്റെ ഖലീലിനെ തൊട്ടുമുണ്ട്, കസീറിനെ തൊട്ടുമുണ്ട്. പക്ഷെ മാലം യക്കുൻ ബി അസ്രിഹി, ആ രക്തം ഇവന് പിഴിഞ്ഞത് കൊണ്ടാകാൻ പാടില്ല, ഇവൻ പൊട്ടിച്ചത് കൊണ്ടാകാൻ പാടില്ല എന്നർത്ഥം. അങ്ങനെ പൊട്ടിച്ചത് കൊണ്ടാണെങ്കിലോ ഫയുഫാ അൻ ഖലീലിഹി, അപ്പോ അത് എന്താണ്? അതിന്റെ ഖലീലിനെ തൊട്ട് ഫഖത്ത് മാത്രം അഫു ഉണ്ടാവും. വല്ലസഹു അന്നഹു ഇൻകാന മിസ്ലുഹു, എന്നാല് സഹു ഒരു തഫ്സീലുണ്ട് അവിടെ. അത് ഇൻകാന മിസ്ലുഹു ഐ മാതുക്കിറ, മസ്ലുഹു ഹൂവിന്റെ ദമീറും അടക്കിയത് ഐ മാതുക്കിറ എന്ന്. അതായത് ദമാമീല് ഖുറൂഹ് ആ ഫസ്ദ് ഹിജാമത്ത് ഒക്കെ ഉണ്ടല്ലോ, അത് പല രീതിയിലും വരാലോ. അതായത് യദൂമു ഗാലിബൻ, ഗാലിബിലും അത് ദായിമാകുമെങ്കിൽ എന്ന് പറഞ്ഞാൽ അതിന്റെ രക്തം ഇങ്ങനെ ഒലിച്ചുകൊണ്ടേയിരിക്കുമെങ്കിൽ ഫക്കൽ ഇസ്തിഹാലത്തി ഫയജിബുൽ ഹഷ്വു. അപ്പൊ എന്താണ്? ദുമ്മലിലും എന്ന പോലെ ഈ മുറിവിലും ഫസ്ത് ഹിജാമത്തിന്റെ സ്ഥലത്തൊക്കെ പഞ്ഞി പോലത്ത് വെച്ച് നടക്കണം. വല്ല ഹസ്ബു എന്നിട്ട് അതിന്റെ പുറത്ത് കെട്ടണം. അതൊക്കെ നിർബന്ധമാണ്. ഗമാ മറഫീഹ, ഇസ്തിഹാലത്തിന്റെ അവിടെ കഴിഞ്ഞ പോലെ. സുമ്മ മാഹറജ ബഅദു ഉഫിയ അൻഹു, അങ്ങനെ വെച്ച് കെട്ടിയതിന് ശേഷം പിന്നെ പുറപ്പെടുന്നതിനെ തൊട്ട് അഫുണ്ട് എന്നാ. വയില്ല യദും മിസ്ലുഹു ഗാലിബൻ, ഇവന്റെ ഈ ചോരക്കുരു അല്ലെ മുറിവ് അല്ലെ ഇവന്റെ ശരീരത്തിലെ വസ്തു ഹിജാമത്തിന് വേണ്ടി ഉള്ള മൗലി ഉണ്ടല്ലോ, അത് ദായിമാകുന്ന രീതിയിലുള്ളതല്ല. അതിന്റെ എന്താണ്? കുറച്ച് നിന്ന് മുങ്കത്തിയായി പോകും. അങ്ങനെ കുറച്ച് സമയം രക്തമൊലിച്ചിട്ട് അങ്ങ് നിന്നു പോകും. അങ്ങനെയാണെങ്കിൽ ഫക്കത്തുമിൽ അജ്നബി, അന്യ ആളുടെ രക്തം പോലെയാണ്. യുസീബുഹു, ആ രക്തം ഇവന്റെ ശരീരത്ത് പറ്റി. ഫലായോഫ, അപ്പൊ അതുപോലെയാണെന്ന് പറയുമ്പോൾ ഫലായോഫ അഫു ചെയ്യപ്പെടൂല എന്ന് പറഞ്ഞാല് ഏത് അഫു ചെയ്യപ്പെടൂലെന്ന്?
ഈ രക്തത്തിനെ തൊട്ട് അഫുവില്ലാന്നോ അജ്നബീന്റെ രക്തത്തിനെ തൊട്ട് അഫുവില്ലാന്നോ? രണ്ടും ഇല്ലാന്നാ ഇബ്നു ഹജർ തങ്ങൾ മടക്കുന്നത്. ഫലാ യുഫ അൻ ശൈഇൻ മിനൽ മുശബ്ബഹി വൽ മുശബ്ബഹി ബിഹി. മുശബ്ബഹു ബിഹി രണ്ടിനും എന്തില്ല, അഫുവില്ല. മുശബ്ബഹ് ഏതാ? മാലാ യദൂമു മിസ്ലുഹു എന്ന് പറഞ്ഞില്ലേ, ഇല്ല ഇല്ല യദും മിസ്ലുഹു എന്ന് പറഞ്ഞ ദായിമാകാത്ത, അതാണ് മുശബ്ബഹ്. അതിനെ തൊട്ട് അഫുവില്ല. മുശബ്ബഹു ബിഹിയോ അത് ദബുൻ അജ്നബിയ്യ, അതിനും അഫുവില്ല. ഇത് രണ്ടിലേക്കും ഫലാ യുഫ എന്നല്ല മുസന്നിഫ് പറഞ്ഞല്ലോ. അപ്പൊ രണ്ടിലേക്കും മടക്കലാണെന്ത്? ഫഹാദ രണ്ടിലേക്കും മടക്കല് ഔലയാണ് മിൻ ജഅലിഹി ലിൽ അവ്വലി വഹദഹു ഔലിസാനി വഹദഹു. അഫുവില്ല എന്ന് പറഞ്ഞത് മുശബ്ബഹിനെ തൊട്ട് അഫുവില്ല എന്ന് മാത്രമാക്കുക, ഔലിസാനി മുശബ്ബഹ് ബിഹിയെ തൊട്ട് അഫുവില്ല എന്ന് മാത്രമാക്കുന്നതിനേക്കാൾ നല്ലത്. കമാ ഖാല ബിക്കുല്ലിൻ ഷാരിഹുൻ. ഓരോ ഷാരിഹ്യങ്ങള് അത് രണ്ടുകൊണ്ടും പറഞ്ഞിട്ടുണ്ട്. ചിലര് ലായുഫ എന്താണ് എന്ന് പറഞ്ഞിട്ട് എന്ത് അമ്മ ലായദൂമു മിസ്ലുഹു അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഫലായുഫ ദമിൽ അജ്നബി എന്ന് വേറെ ഷാരിഹ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. രണ്ടിലേക്കും മടക്കലാണല്ലേ. വക്കീല യുഫ ഖലീലിഹി അല്ലത് ഖലീലിനെ തൊട്ട് അഫു ഉണ്ട്. അപ്പൊ ഏതുപോലെ ബസറാത്ത് പോലെയല്ല, ഇസ്തിഹാദത്തും അജ്നബീന്റെ ദമ്മും പോലെയുമല്ല, ഖലീലിനെ തൊട്ട് അഫു ഉണ്ട് എന്നൊരു അഭിപ്രായം. ഖുൽതു അല്ല സഹു അന്നഹ കൽ ബസറാത്ത് ഫീമാ മറ. മുമ്പ് കഴിഞ്ഞ വിഷയത്തിൽ ബസറാത്ത് പോലെയാണെന്ന് പറയുമ്പോൾ മുമ്പ് പിഴിഞ്ഞിട്ടാണ് ഖലീൽ കൊണ്ട് അഫു ഉണ്ട്. ഇല്ലെങ്കിൽ ഖലീലിനെ തൊട്ടും കസീറിനെ തൊട്ടും ഒക്കെ അഫു ഉണ്ട്. അപ്പൊ മഹല്ല് വിട്ടുകിടക്കരുത് എന്നുണ്ട്. പിന്നെ മഹല്ല് വിട്ടുകിടക്കുമ്പോ എന്താണ്, അത് ആ വസ്ത്രത്തിന്റെ നേരെയാണെന്നുണ്ടെങ്കിൽ ആ നേരെയുള്ള വസ്ത്രത്തിലേക്കാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അവിടെ അഫു ഉണ്ട് എന്നാവും അല്ലെ. ലിഅന്നഹ ഗൈറു നാദിറ, കാരണം ഈ പറഞ്ഞതൊക്കെ ആ ദമാമിയിൽ ഈ പറഞ്ഞതെല്ലാം നാദിർ അല്ലാത്തതാണ്. വൈദാ ഉജിതത്ത് ദാമത്ത്, പിന്നെ അത് ഉണ്ടായിക്കഴിഞ്ഞാലോ ചോരക്കുരുവും എന്ന പോലെ മുറിവ് ഇതിന്നൊക്കെ രക്തോലിക്കൽ നിലനിൽക്കലാണ് പൊതുവെ. അത് ദാമത്ത് നിലനിൽക്കും. അവ പുരളുക എന്ന് പറഞ്ഞാൽ അവയുടെ രക്തം ശരീരത്ത് പുരളുക എന്നതിനെ തൊട്ട് ഇഹ്തിറാസ് പ്രയാസവുമാണ്. പിന്നെ അപ്പൊ അത് അതിന്റെ മഹല്ലിനെ തൊട്ട് എന്ന് പറഞ്ഞാല് തനിയെ ഒലിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, ഇവൻ ചെയ്യുന്നല്ലോ, ഇവൻ വേറൊരു സ്ഥലത്തേക്ക് വരട്ടരുത്, അങ്ങനെയാണ് പറയുന്നത്. പിന്നെ തനാഖുൽ മുസന്നിഫു, മുസന്നിഫിന്റെ കലാമ് തനാഖുലാണ്. ഫി ദമിൽ ഫസ്ദി വൽ ഹിജാമത്തി, ഫസ്ദ് ഹിജാമത്തിന്റെ ദമില്. ഇവിടെ ഇപ്പൊ അഫു ഉണ്ട് എന്നല്ലേ പറഞ്ഞേ, ഇവിടെ അഫു ഉണ്ട് എന്നാ പറഞ്ഞ അല്ലേ. കൽ ബസറാത്തി അന്നഹ കൽ ബസറാത്തി എന്ന് പറഞ്ഞതിൽ അതിന്റെ രക്തം ഉണ്ടല്ലോ. അപ്പോ മഹല്ല് വിട്ടുകിടക്കാതിരിക്കുക എന്ന പോലെ, പിന്നെ ഇവന്റെ ഫീല് കൊണ്ടാകാതിരിക്കുക, ഇവന്റെ ഫീല് കൊണ്ടാകാതിരിക്കുന്ന ആ ഫസ്ദും ഹിജാമത്തും കഴിഞ്ഞിട്ട് പിന്നെ അവിടെ ഞെക്കിയിട്ട് രക്തം പുറപ്പെടുവിക്കാതിരിക്കുക എന്ന്. അങ്ങനെ ആകുമ്പോ ഖലീലിനെ തൊട്ടും കസീറിനെ തൊട്ടും അഫു ഉണ്ട് എന്നാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ അഫു ഇല്ല എന്ന് വേറെ പറഞ്ഞിട്ടുണ്ട്, അതാ തനാഖല എന്ന് പറഞ്ഞത്. വൽ മുഅ്തമദു ഹംലു ഖൗലിഹി, അപ്പോ മുഅ്തമദ് മുസന്നിഫിന്റെ ഖൗല് ഹംലി ചെയ്യണം. എന്തുകൊണ്ടുള്ള ഖൗല്? ബിഅദ്മിൽ അഫ്വി, ഫസ്ദ് ഹിജാമത്തിന്റെ ദമിനെ തൊട്ട അഫു ഇല്ല എന്ന് പറഞ്ഞ ഖൗലിനെ ഹംല് ചെയ്യണം. എന്തിന്റെ മേലെ? അലാമായിദ ജാവസ മഹല്ലഹു, ആ ഫസ്ദ് ഹിജാമത്തിന്റെ മഹല്ല് വിട്ടുകടന്നാൽ അഫു ഇല്ല എന്നാണ്. ആ മഹല്ല് ഏതാണ്? വഹുവ മാ യുൻസബു ഇലൈഹി ആദത്തൻ. അണ്ട വഹുവ, ആ മഹല്ല് എന്ന് പറഞ്ഞത് ഒരു സ്ഥലമാണ്. യുൻസബു മാ ഒരു സ്ഥലമാണ്. യുൻസബു ആ ഫസ്ദ് ഹിജാമത്ത് അത് ചേർക്കപ്പെടും ഇലൈഹി ആ സ്ഥലത്തേക്ക് ആദത്തൻ. അല്ലാതെ ആ മുറിവ് പറ്റുന്ന അത് മാത്രമല്ല എന്നർത്ഥം. അതിന്റെ കുറച്ച് പരിസരമൊക്കെ ഉണ്ടാവും, അതല്ല അതിന്റെ മഹല്ല. അത് വിട്ടുകടന്നിട്ടില്ല. എങ്ങോട്ട് വിട്ടുകടന്നിട്ടില്ല? മഹല്ലും കഴിഞ്ഞിട്ടില്ല. സൗബി, സൗബിലേക്ക് വിട്ടുകടന്നിട്ടില്ല. മഹല്ലിൻ ആഖറ, അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തേക്കും വിട്ടുകടന്നിട്ടില്ല. അങ്ങനെ വിട്ടുകടന്നാൽ ഫലാ യുഅഫ ഇല്ല അൻ ഖലീലിഹി ലിഅന്നഹു ബിഫഅലിഹി. വിട്ടുകടന്നാലാണ് എന്ത് അഫു ഇല്ല എന്ന് പറഞ്ഞത് അല്ലെ. അഫു ഇല്ല എന്ന് പറഞ്ഞത് വിട്ടുകടന്നതിന്റെ മേലെ ഹംല് ചെയ്യണം. ഒരു സ്ഥലത്തേക്ക് വസ്ത്രത്തിലേക്ക് വിട്ടുകടന്നു, അല്ലെങ്കിൽ മറ്റൊരു മഹലിലേക്ക് വിട്ടുകടന്നു, അവിടെ അഫു ഇല്ല. അപ്പൊ അതാ പറഞ്ഞ അഫുൽ ഫലാ യുഅഫ, അങ്ങനെ വിട്ടുകടന്നാൽ അഫു ഉണ്ടാവില്ല. ഇല്ല അൻ ഖലീലിഹി, ഖലീലിനെ തൊട്ടല്ല അഫു ഉണ്ടാവില്ല. ലിഅന്നഹു ബിഫഇലിഹി, കാരണം എന്താ, മറ്റൊരു സ്ഥലത്തേക്ക് വിട്ടുകിടക്കുമ്പോ അല്ലെങ്കിൽ വസ്ത്രത്തിലേക്ക് വിട്ടുകിടക്കുമ്പോ അത് ഇവന്റെ ഫീല് കൊണ്ടാണല്ലോ സംഭവിക്കുന്നത്. അതാ വൈന്നമാലം യുൻദർലി കൗനിഹി ബിഫഇലിഹി ഇന്ദ അദ്മിൽ മുജാവസത്തി. അങ്ങനെയാണെങ്കിൽ വിട്ട് കടന്നിട്ടില്ലെങ്കിൽ ഇവന്റെ ഫീല് കൊണ്ടുള്ളത് തന്നെയല്ലേ ഫസ്ദ് ഹിജാമത്ത് എന്ന് പറഞ്ഞതേ.
ഇവന്റെ ഫീല് കൊണ്ടുള്ളതല്ലേ വിട്ടുകടന്നിട്ടില്ലെങ്കിലും ഫീല് കൊണ്ടുള്ളതായതുകൊണ്ട് എന്താണ് അഫുവില്ല എന്ന് പറയുമ്പോ കലീലിനെ തൊട്ടേ അഫുള്ളൂ എന്ന് പറയുമ്പോ മുജാവസത്തില്ലാത്തപ്പോഴും എന്താകണം കലീലിനെ തൊട്ടേ അഫുള്ളൂ എന്ന് പറയണ്ടേ. എന്നാൽ മുജാവസത്ത് വിട്ടുകിടക്കലില്ല എന്നുണ്ടെങ്കിൽ കലീലിനെ തൊട്ടും അഫുണ്ട് കസീറിനെ തൊട്ടും അഫുണ്ട് എന്നല്ലേ. അപ്പൊ ലിയന്നഹു ബി ഫീലിഹി എന്ന് പറഞ്ഞാൽ ഫസ്ദ് ഹിജാമത്ത് ഇവന്റെ ഫീല് കൊണ്ടാണ്. അപ്പൊ കലീലിനെ തൊട്ട് അഫുള്ളൂ എന്ന് പറഞ്ഞത്. അപ്പൊ അതാ മുജാവസത്തിന്റെ സമയം അല്ലാത്തപ്പോ ഇവന്റെ ഫീല് കൊണ്ടാണെന്നുള്ളതിലേക്ക് നോക്കിയില്ല. കാരണം ലിയന്നല്ലറൂറത്ത ഹുന അഖ്വാ മിന്നാ ഫീ ഖത്ലി നഹ്വിൽ ബുർഗൂസി വഅസ്രി നഹ്വിൽ ബസറത്തി. ബസറത്ത് പോലത്തത് പിഴിയുക, അല്ലെങ്കിൽ ബുർഗൂസ് പോലത്തേനെ കൊല്ലുക, അങ്ങനെയൊക്കെ ഇവന്റെ ഫീല് കൊണ്ടുണ്ട്. അവിടെയൊക്കെ കലീലിനെ എന്ത് ചെയ്യുന്നുണ്ട്? ആ കലീലിന് മാത്രമേ അവിടെ അഫുള്ളൂ. അപ്പൊ ഇവിടെയും കലീലിന് മാത്രമേ അഫുള്ളൂ എന്ന് പറയേണ്ടി വരും. പക്ഷെ അതിനേക്കാൾ എന്താണ് ലറൂറത്ത് ഇവിടെ കൂടുതലാണ്. കാരണം ഇത് ചികിത്സിക്കേണ്ടതല്ലേ അല്ലേ. അന്നൽ ലറൂറത്ത് ഹുന എന്ന് പറഞ്ഞാൽ ഫസ്ദ് ഹിജാമത്തിലെ അക്വയാണ് മിൻഹാ ലറൂറത്തിനേക്കാൾ. എവിടെയുള്ള ലറൂറത്ത്? ബുറൂസ് പോലത്തേനെ കൊല്ലുക, ബസറത്ത് പോലത്തെ പൊട്ടിക്കുക, പിഴിയുക, ഞെക്കി പൊട്ടിക്കുക, അതന്നെ അസുറ് എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ അക്വയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ നോക്കാത്തത്. ഖളിയത്തു ഖൗലി റൗള ലൗ ഖറജ മിൻ ജുറഹിഹി ദമുൻ മുത്തദഫിഖുൻ വലം യുലവ്വിസ് ബശറത്തഹു ലം തബ്തുലു സലാത്തുഹു. റൗളയിൽ അങ്ങനെ പറഞ്ഞ, റൗളയിൽ പറഞ്ഞ ഖൗലിന്റെ ഖളിയ എന്താണ്? അന്നഹു ഇദാ ലവ്വസ അബ്തല എന്നാണ്. അതിനു മുമ്പ് ഖൗൽ എന്താന്നാ പറയുന്നത്? ലൗ ഖറജ. അപ്പൊ റൗളയിൽ ഇബാറത്ത് ഇതാ, പുറപ്പെട്ടു മിൻ ജുറഹിവന്റെ മുറിവിൽ നിന്ന് ദമുൻ രക്തം പുറപ്പെട്ടു. അങ്ങനെ മുത്തദഫിഖുൻ തെറിച്ചു വീഴുന്ന രക്തം എന്ന് പറഞ്ഞാൽ അവന്റെ തൊലിയിലൂടെ ഒലിക്കുന്നില്ല എന്നർത്ഥം. ഇങ്ങനെ ഷൂന്ന് ചീറ്റി വീഴുക, പുറത്തേക്ക് ഇങ്ങനെ ചീറ്റി വീഴുകയാണ് മുത്തദഫിഖുൻ. വലം യുലവ്വിസ് ബശറത്തഹു. ആ രക്തം മലിനമാക്കിയിട്ടില്ല ഇവന്റെ തൊലിയെ, അവന്റെ തൊലിയിൽ പറഞ്ഞിട്ടില്ല എന്നർത്ഥം. നേരെ ദൂരത്തേക്ക് ഇങ്ങനെ ചീറ്റി വീഴുക. ലം തബ്തുൽ സലാത്തു, കൊണ്ട് നിസ്കാരം ബാത്തിലാവൂല എന്ന് റൗളയിൽ പറഞ്ഞതിന്റെ ഖളിയയാകുന്നത് അന്നഹു ഇദാ ലവ്വസ അബ്തല. അപ്പൊ ബഷറത്തിലൂടെ ഒലിച്ചിറങ്ങിയാലോ, അതാ ബഷറത്തിനെ തെൽവീസ് മലിനമാക്കിയാൽ അബ്തല നിസ്കാരം ബാത്തിലാകും എന്ന് പറഞ്ഞതിന്റെ എന്നാണ് അതിന്റെ ഖളിയ. പക്ഷെ അതിനൊരു കൈത് കൊടുക്കണം. ഐ ഇൻ കസുറാന്നാണ്. അതമ്മ് കസീറാണെങ്കിലാണ്, ഇല്ലെങ്കിൽ അഫു ഉണ്ടല്ലോ. കമാഫമഹു കലാമുൽ മുത്തവല്ലി. പിന്നെ വഫാറക്ക മാത്തക്കറ മിനൽ അഫ്വി. അപ്പോ ഈ പറഞ്ഞ മുത്തദഫിഖായ ദമ് കസീറാകുമ്പോ നിസ്കാരം ബാത്തിലാകുമെന്ന് പറഞ്ഞില്ലേ, അത് നേരത്തെ പറഞ്ഞുറച്ചതിനോട് എതിരാണ്. അതുമായി ഫർക്കായി. എന്താ ഫർക്ക്? നേരത്തെ ഉറച്ചെന്താ? മിനൽ അഫ്വി അൻ കസീരി ദമിൽ ഫസ്തി ഫി മഹല്ലിഹി. അണ്ട ഫസ്ദിന്റെ രക്തം കസീറാണെങ്കിലും അഫു ഉണ്ട് എന്നല്ലേ പറഞ്ഞ. അപ്പൊ ഈ പറഞ്ഞ അനുസരിച്ച് ഈ ജുറഹിൽ നിന്ന് മുത്തദഫിഖായ രക്തം അവന്റെ തൊലിയിലൂടെ ഒലിക്കുമ്പോ തന്നെ അത് കസീറാണെങ്കിൽ അഫു ഉണ്ട് എന്നല്ലേ വേണ്ടത്. പക്ഷെ അഫുൽ നസ്കാരം ബാത്തിലാവും എന്നല്ലേ പറഞ്ഞത്. അപ്പൊ ഈ ഫസ്ദിന്റെ ദമ് കസീറായാൽ അഫു ഉണ്ട് എന്നും, അവിടെ മുറിവിൽ നിന്ന് ഇങ്ങനെ രക്തം ഒലിച്ച് തൊലിയിലൂടെ ഇറങ്ങുമ്പോ കസീറാണെ അഫു ഇല്ല എന്നും പറഞ്ഞ വ്യത്യാസം എന്താ? അത് വ്യത്യാസം ബിഅന്നൽ ഫസ്ദ തഅമ്മുൽ ബൽവ ബിഹി. ഫസ്ദ് എന്ന് പറഞ്ഞാൽ അതൊരു ചികിത്സ, അതുകൊണ്ടുള്ള ബൽവ, അത് എന്ത് ആവശ്യം ആമായതുകൊണ്ട് തന്നെ അതുകൊണ്ടുള്ള പ്രയാസം ആമാണ്. ബിഖിലാഫി തദഫുഖിൽ ജുറഹി. ജുറഹിൽ നിന്ന് മുറിവിൽ നിന്ന് രക്തം ചീറ്റി വീഴുന്നതിനെതിരായിട്ട് അത് അങ്ങനെ സാധാരണ ഉണ്ടാകാറില്ലല്ലോ, കുറവല്ലേ. പിന്നെ ഇൻഫിത്താഹിഹി ബഅദ റബ്തിഹി, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, അത് തുറക്കുക, ജുറഹ് തുറക്കുക എന്നത് ബഅദ റബ്തിഹി, ആ മുറിവ് കെട്ടിയതിന് ശേഷം അത് തുറക്കുക എന്നുള്ളത് അതിനെതിരായിട്ട് അതിന്റെ ബൽവ അത്രത്തോളം ഇല്ല എന്നർത്ഥം. ഫസ്ദിന്റെ അവിടുത്തെ ആവശ്യത്തോളം ഇതില്ലാന്ന്, തീരെ ഇല്ല എന്നല്ല. ഇനി ഖളിയത്തുഹു അന്ന മിസ്ലഹു ഹല്ലു റബ്തിൽ ഫസ്ദി. ഈ പറഞ്ഞതിന്റെ കളി ഏതിന്റെ? ഈ ഫർക്ക് പറഞ്ഞില്ലേ, ഫസ്ദിന്റെ അവിടെയും ഈ ജുറഹിൽ നിന്ന് രക്തം തെറിച്ചു വീഴുന്നതും. ആ ഫർക്കിന്റെ കളിയ അന്ന മിസ്ലഹു ഏതുപോലെയാണ്? ആ തദഫുക്ക് പോലെയാണ്. എന്ത് തദഫുക്ക് പോലെ? ഹല്ലു റബ്തിൽ ഫസ്ദി, ഫസ്ദിന്റെ ആ സ്ഥലം കെട്ടിയിട്ട് അഴിച്ചപ്പോ എന്താണ്? രക്തം പുറപ്പെട്ട്. എന്നാൽ കസീറിനെ തൊട്ട് അഫു ഇല്ല എന്നാ വരിക. ഫലായുഫാഹിന ഇതിന്നില്ല കലീലിഹി, അല്ല കലീലിനെ തൊട്ട് അഫു ഇല്ല എന്ന് വന്നു. സുമ്മറായിത്തുറാഫിഅൽ മുസന്നിഫ ഖാല, അതിന്റെ കളിയ അങ്ങനെയെന്ന് പറഞ്ഞു, ഫർക്കിന്റെ കളിയ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇമാം റാഫിഈ റളിയല്ലാഹു അൻഹു മുസന്നിഫും റളിയല്ലാഹു അൻഹു രണ്ടാളും പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ലവിഫ്തസദ
ഒരുത്തൻ ഫസ്ദ് ചെയ്തു, ഫഖറജദ്ദമു, എന്നിട്ട് രക്തം പുറപ്പെട്ടു. അതെങ്ങനെ? രക്തം ചീറ്റിയതാണ്. വലം യുലവ്വിസ് ബഷറത്തഹോ, അവന്റെ തൊലി മലിനമാക്കിയില്ല, തൊലിയിൽ പുരണ്ടിട്ടില്ല. ഔ ലവ്വസ, അല്ലെങ്കിൽ തൊലിയിൽ പുരണ്ടു. ഐ വഹിയ ഖാരിജത്തുന്ന മഹല്ലിഹി ഖലീലൻ, ആ തൊലി എന്താണ്? ഈ ഫസ്ദിന്റെ മഹല്ലിനെ തൊട്ട് കുറച്ച് പുറത്തേക്കുള്ളതാണ്, അവിടെയാണ് തൽവീസാക്കിയത് എന്നർത്ഥം. ഖലീലൻ, ഒരല്പം പുറത്തേക്കാണുള്ളത്. എന്നാൽ ലം തബുത്തുൽ സലാത്തുഹു, അവിടെ നിസ്കാരം ബാത്തിലാകുന്നതല്ല എന്ന് ഇവര് പറഞ്ഞതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് എന്നാ. പിന്നെ فخرج الدم ولم يلبس بشرته أو لوثها وهي خارجة عن محله قليلا لم تبطل صلاته. വഹിയ ഖാരിജത്തുൻ എന്ന് പറഞ്ഞാൽ ബഷറത്തിലേക്കല്ലേ ഇപ്പൊ ദമീർ മടങ്ങുള്ളൂ. പിന്നെ അതിനോട് ബന്ധിച്ചാണ് അൻ മഹല്ലിഹി ഖലീലൻ, ആ ഫസ്ദിന്റെ മഹല്ലിനെ തൊട്ട് എന്താണ് പുറത്തേക്കൊരൽപ്പം വ്യാപിച്ചു എന്നർത്ഥം. അങ്ങനെ അല്ലാതെ ഖറജദ്ദബു അൻ മഹല്ലിഹി ഖലീലൻ എന്ന് പറഞ്ഞ മുമ്പുള്ളതിനോട് എന്താണ് ബന്ധിക്കാൻ കഴിയുമോ? കഴിയൂലല്ലോ. അപ്പൊ ലം തബുത്തുൽ സലാത്തുഹു എന്ന് പറയുന്ന കണ്ടു. അപ്പൊ ഈ പറഞ്ഞത് എന്താണ്? ആ ഖലിയന്റെ എതിരാണെന്ന് അർത്ഥം. ആ ഖലിയ അനുസരിച്ച് എന്താണ്? ആ ഖലീലേ എന്താവുള്ളൂ? അഫുള്ളൂ എന്നല്ലേ. ഇവിടെ അങ്ങനെ ഖലീല് പറഞ്ഞിട്ടില്ലല്ലോ. തെൽവീസാക്കിയല്ലേ തെൽവീസാക്കിയിട്ടില്ല, രണ്ടായാലും എന്താണ്? അഫു ഉണ്ട് എന്നല്ലേ പറഞ്ഞേ. നിസ്കാരം ബാത്തിലാവൂല. ഇനി വല്ലദഹർ വല്ല അഫു അൻ ഖലീലി ദമിൽ അജ്നബി, ഇനിയോ അജ്നബിന്റെ ദലീല് ദമ്, അതിന്റെ പിന്നെ അജ്നബി മറ്റൊരാളുടെ രക്തം, അതിന്റെ ഖലീലിനെ തൊട്ട് അഫു ഉണ്ട് എന്നാ ദഹർ. അത് അജ്നബി ആകരുത്, മുഗല്ലദാകരുത്. ഗൈരിൽ മുഗല്ലദി വല്ലാഹു അലം. നേരത്തെ എന്താണ്? അജ്നബിന്റെ ദമിനെ തൊട്ട് അഫു ഇല്ല, തീരെ ഇല്ല എന്ന് നേരത്തെ പറഞ്ഞല്ലോ. ഫലായുഫ എന്ന് പറഞ്ഞപ്പോ രണ്ടിലേക്കും മടക്കിക്കൊണ്ടല്ലേ പിന്നെ തങ്ങള് ദമീർ മടക്കിയ മുഷബ്ബോ ഈ ഒന്നും അഫുവില്ല. എന്നാൽ അവിടെ ഖലീലിനെ തൊട്ട് അഫു ഉണ്ട്. മറ്റൊരാളുടെ ശരീരത്തിൽ നിന്ന് ഇങ്ങോട്ട് രക്തം പറ്റിയാൽ ഖലീലിനെ തൊട്ട് അഫു ഉണ്ട്. പക്ഷെ മുഗല്ലദാകരുതെന്നേ ഉള്ളൂ. ലിഅന്ന ജിൻസദ്ദമി യതതറഖു ഇലൈഹിൽ അഫു, കാരണം ഇത് രക്തല്ലേ. രക്തത്തിന് അങ്ങനെ എന്താണ്? യതതറഖു ഇലൈഹി, അതിലേക്ക് തത്തറുക്കാവും, കടന്നു വരും. അല്ല അഫു കടന്നു വരും. ഫയഖഉൽ ഖലീലു മിൻഹു ഫി മഹല്ലിൽ മുസാമഹത്തി, അത് രക്തത്തിന്റെ ജിൻസല്ലേ എന്ന് നോക്കിയിട്ട് അതിലേക്ക് രക്തത്തിന് മൊത്തത്തിൽ കുറെ സ്ഥലത്ത് അഫു ഉണ്ടല്ലോ, അപ്പൊ ഇതിനുണ്ട്. അപ്പൊ ഫയഖഉൽ ഖലീലു മിൻഹു ഫി മഹല്ലിൽ മുസാമഹത്തി, മിൻഹു എന്ന് പറഞ്ഞാല് ആ അജ്നബിയുടെ ദമിൽ നിന്നുള്ള ഖലീല്, അത് മുസാമഹത്തിന്റെ സ്ഥലത്ത് വരുന്നതാണ് മുസാമഹത്തിന്റെ. വൈന്നമാലം യഖൂലു ബിൽ അഫ്വി അൻ ഖലീലി ദമിൽ ബൗലി, എന്നാൽ ബൗലിന്റെ ഖലീലിനെ തൊട്ട് അഫു ഉണ്ടോ? അതില്ലല്ലോ. ദമിന്റെ ഖലീലിനെ തൊട്ടല്ല അഫു ഉള്ളൂ. ദമു പോലത്തതിന്റെ ഖലീലിനെ തൊട്ട് അഫു അയിമത്ത് പറഞ്ഞില്ല. അതില് ഒരു സെലിസി, അത് സെലിസിൽ ബൗല അല്ലാത്ത ആളിന്, അല്ലെങ്കിൽ അയാൾക്ക് അഫു ഉണ്ടല്ലോ, അയാൾ അതിനെ ഹംലി ചെയ്തുകൊണ്ട് സ്കരിക്കല്ല ചെയ്യുക. കമാമറ സെലിസ് അല്ലാത്ത ആളെന്ന് മുമ്പ് കഴിഞ്ഞിട്ടുണ്ട്. മാന്നലിബിത്തിലാബിഹി അക്സറു, ഈ മൂത്രം പോലത്തതിന്റെ ഖലീല് കൊണ്ടുള്ള ബലാ അക്സറാണ് എന്നതോടുകൂടെ തന്നെ, അതിന്റെ ഖലീല് എന്നല്ല, ആ മൂത്രം പോലത്തത് കൊണ്ടുള്ള ഇബിത്തിലാഗ് അക്സറാണ് രക്തത്തിനേക്കാൾ. കാരണം എന്താ? എപ്പോഴും മനുഷ്യൻ മൂത്രം ഒഴിക്കല്ലേ ചെയ്യുക. ശരീരത്തിൽ നിന്ന് രക്തം പൊട്ടി പുറപ്പെടുക എന്ന് പറഞ്ഞാൽ എപ്പോഴെങ്കിലും ചോരക്കുരു ഉണ്ടാകുമ്പോൾ, അത് പൊട്ടിക്കുമ്പോൾ, മുറിവുണ്ടാകുമ്പോൾ ഒക്കെ അല്ലല്ലോ. ദിവസം 4-5 നേരം മൂത്രം ഒഴിക്കണ്ടേ? അപ്പോ എന്താണ്? കാലയിലോ അല്ലെങ്കിൽ ചെരുപ്പയിലോ അല്ലെങ്കിൽ എന്താണ് ആ വസ്ത്രത്തിലോ ഒക്കെ ഒരല്പം പറ്റിയാൽ അഫു ഉണ്ടാകണ്ടേ? അതുകൊണ്ടുള്ള മൂത്രം കൊണ്ടുള്ള ഇബിത്തിലാഗ് അക്സറായിട്ടും എന്തില്ല? അഫുവില്ല. ലിഅന്നഹു അഖദറു, അത് രക്തവും മൂത്രവും നോക്കുമ്പോൾ അത് അഖദറാണ്, മോശമായ സാധനമാണ്. അപ്പോ അഫു അതിനോട് യോജിക്കുന്നില്ല. അതിനും പുറമെ വേറൊന്ന്, വലഹു മഹല്ലും മഖ്സൂസുൻ, ഈ മൂത്രം പുറപ്പെടാൻ അതിനൊരു ഖാസായ മഹല്ലുണ്ടല്ലോ. രക്തം അങ്ങനെയല്ലല്ലോ. രക്തം ശരീരത്തിൽ എവിടെയും പുറപ്പെടാം, മുറിവും ഗുരുവും ഒക്കെ ഉണ്ടാകുന്നിടത്തുനിന്നൊക്കെ പുറപ്പെടാം. മൂത്രം പുറപ്പെടലോ അത് അതിന്റെ സ്ഥലത്തുനിന്ന് മാത്രമല്ല പുറപ്പെടുള്ളൂ. ഫസഹുലൽ ഇഹ്തിറാസു അൻഹു, അപ്പൊ സൂക്ഷിക്കല്
എളുപ്പമായി, അപ്പൊ പ്രയാസമില്ല എന്നർത്ഥം. പിന്നെ ബി ഖിലാഫി നഹ്വി ദമി ഫീഹിമ, രക്തം പോലത്തതിനെതിരായിട്ട് ഇത് രണ്ടിലും എന്ന് പറഞ്ഞാൽ അത് അക്തറല്ല, ബൗലാണ് അക്തർ എന്നപോലെ പ്രയാസം അല്ല, സൂക്ഷിക്കൽ എളുപ്പമല്ല, പ്രയാസാണ് രക്തം. ബഹസല്ലതറായില്ലാഫു, ഇമാം അദറായി റഹിമഹുല്ലാ ബഹസ് ചെയ്തു അഫുണ്ട് എന്തിനെ തൊട്ട് കലീല് താലിക്ക, ഈ മൂത്രത്തിൽ നിന്ന് കലീലിനെ തൊട്ട് അഫുണ്ട്, മൂത്രം പോലത്തത് എന്ന് പറഞ്ഞാൽ കാഷ്ട തന്നെ, അതിന്റെ കലീലിനെ തൊട്ട് അഫുണ്ട് എന്ന് ബഹസ് ചെയ്തിട്ടുണ്ട്. ആർക്ക്? മിമ്മൻ ഹസലലഹു ഇസ്തിർഖാഉൻ, എല്ലാവർക്കും അഫുല്ല. ഈ നാഡി തളർച്ച എന്താണ് ഹാസിലായ ഒരാളിന് ബലക്കുറവ് അനുഭവപ്പെടുക എന്നാ, പേശി ബലക്കുറവിനാണ് ഇസ്തിർഖാ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ പേശി ബലം കുറയുമ്പോൾ എന്താണ് മൂത്രം അറിയാതെ ഒരു തുള്ളിയൊക്കെ എറ്റിപ്പോവും. അപ്പൊ അത് വസ്ത്രത്തിലായാലും വസ്ത്രത്തിലതിനെ തൊട്ട് അഫുണ്ട്. ഒതു മുറി അത് പറയാം, ഒതു കൊടുക്കണം. പിന്നെ അപ്പൊ വസ്ത്രത്തിൽ അഫുണ്ട് എന്ന പോലെ ഇവന്റെ ദക്കറിന്റെ എന്താണ് അറ്റത്തുണ്ടാവുമല്ലോ നജസ്, അഫുണ്ട് എന്ന് ഇമാം അദ്രായി റഹിമഹുല്ലാ വഹ്സ് ചെയ്തു. ലിനഹി മറലിനായി ഇസ്തിർഖാ ഉണ്ടായത് എന്തുകൊണ്ടാ? പേശി ബലക്കുറവ്, രോഗം പോലത്തെ കാരണത്താല്. വൈല്ലം യസിർ സെലിസൻ, അത് സെലിസ് എന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ലെങ്കിലും ശരി, സെലിസ് എന്ന് പറഞ്ഞ അവസ്ഥയിലേക്ക് എത്തിയ അഫുണ്ട് ഏതായാലും. അല്ലാത്തപ്പോ എന്താണ്? അപ്പൊ വാവ ഹാലിയാക്കുന്ന നല്ലത്. ഏതവസ്ഥയിൽ സെലിസ് എന്ന് പറഞ്ഞ അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല, അപ്പൊ എപ്പോഴെങ്കിലുമൊക്കെ ഓരോ തുള്ളി പോകുന്നേ ഉള്ളൂ എന്നർത്ഥം. അപ്പൊ അങ്ങനെ അതിന് അഫുണ്ട് എന്ന് ഇമാം അദ്രായി ബഹ്സ് ചെയ്തിട്ടുണ്ട്. ഖിയാസു മാ മറ അൽ അഫു അനിൽ ഖലീൽ മിനൽ അജ്നബി വഇൻ ഹസല ബിഫിലിഹി. ഇനി മുമ്പ് പറഞ്ഞതിന്റെ ഖിയാസ് മാമറ എന്ന് പറഞ്ഞാല് എന്താണ്? ദമുൽ ബസറാത്തി എന്ന് പറഞ്ഞതിന്റെ മുമ്പ് മുസന്നിഫിന്റെ അതിന് മുമ്പ് പറഞ്ഞതിന്റെ ഖിയാസ് എന്താ? അൽ അഫു അനിൽ ഖലീൽ മിനൽ അജ്നബി, അജ്നബിയിൽ നിന്നുള്ള ഖലീലായ രക്തത്തിനെ തൊട്ട് അഫുണ്ട്. വൈൻ ഹസല ബിഫിലിഹി, അത് അവന്റെ ഫെയില് കൊണ്ട് ഹാസിലായതാണെങ്കിലും, അജ്നബിയിൽ നിന്ന് ഇവനിലേക്ക് രക്തം പറ്റിയില്ലേ, അത് പിന്നെ ഇവന്റെ ഫെയില് കൊണ്ടാണ് ഇവനിലേക്ക് പറ്റിയത്, എന്നാലും അഫുണ്ട് എന്നാ. എന്നാൽ കയ്യദഹു ബഅലുഹും, ബഅലുൽ അയിമ്മത്ത് അതിനെ കൈതാക്കി ബിമാ ഇദാലം യതഅമ്മദി തലത്തുഹ ബിഹി, അതിവന്റെ ഫെയില് കൊണ്ടുണ്ടായതാണ്. അതായത് മറ്റോന്റെ ചോരക്കുരൂപം പൊട്ടിക്കൽ ആവശ്യം ഉണ്ടായപ്പോ അതപ്പോ ഇവന്റെ മേത്തിക്കണ്ട് തെറിച്ചു, എന്നാലിപ്പോ ഫെയില് കൊണ്ടാണല്ലോ. പിന്നെ പക്ഷെ അത് തലത്തുഹും ബിഹി ബോധപൂർവം ആകരുത്, ആ രക്തവന്റെ ശരീരത്തിൽ പുരട്ടുക എന്നൊരു പണി ഇവൻ എടുക്കരുത്. എന്നാലേ എന്താണ് ഫെയില് കൊണ്ടാണെങ്കിലും അഫു ഉണ്ടാവുള്ളൂ. കാരണം ലിസിയാനി ഹിഹിനൈദൻ, ഇവൻ മറ്റുള്ളവന്റെ അജ്നബീന്റെ രക്തം ഇവന്റെ ശരീരത്തിൽ ബോധപൂർവം പുരട്ടുക എന്നുള്ളത് മഴസിയത്താണ്. അപ്പൊ അങ്ങനെ ചെയ്താൽ പിന്നെ അഫുവില്ല. വസ്തുതല്ല, ആ ബയലങ്ങനെ കൈതാക്കിയിട്ട് അതിന് തെളിവ് പറഞ്ഞു. ബി ഖൗലിഹിം, മസാബിന്റെ കൗല് എന്താ പറഞ്ഞല്ലോ? തഅമ്മദ തൽതീഖ അസ്ഫലിൽ ഖുഫി, ഖുഫയുടെ അടിഭാഗം ബോധപൂർവം എന്താണ് മലിനമാക്കുക, നജസ് പുരട്ടുക. ബിൻ നജസി, നജസ് കൊണ്ട് തൽതീഖാക്കുക എന്നത് ബോധപൂർവം ചെയ്താൽ വജബ വസുലു, അത് കഴുകൽ നിർബന്ധാണ് എന്ന് പറഞ്ഞാല് അഫുവില്ല എന്നർത്ഥം. ഹത്ത അലൽ ഖദീമി, ഖദീമായ അഭിപ്രായം അനുസരിച്ചും. ഏതാ ഖദീം? അൽ ഖായിലി, പറയുന്ന ഖദീം. ബിൽ അഫു അൻഹു ബി ഗൈരി ദാലിക, എന്തിനെ തൊട്ട് അഫുണ്ട്? പിന്നെ ആ ഹുഫയുടെ അടിയിലുള്ള നജസിനെ തൊട്ട് അഫുണ്ട്. എവിടെ? ഈ തലത്തുഹ് അല്ലാത്ത സ്ഥലത്ത്, അംദൻ തലത്തുഹ് അല്ലാത്ത സ്ഥലത്ത് എന്തുണ്ട്? ഈ ഹുഫയുടെ അടിയിലുള്ള നജസിനെ തൊട്ട് അഫുണ്ട് എന്ന് പറയുന്ന ആ ഖദീമായ അഭിപ്രായം അനുസരിച്ച് പോലും എന്ത് ചെയ്യണം? ഇവൻ ബോധപൂർവം തൽതീഖാക്കിയതാണ്, കഴുകണം, അഫുവില്ല എന്ന് പറഞ്ഞു. അപ്പൊ എന്ന പോലെ തന്നെയാണ് എന്ത് ഇവിടെയും ബോധപൂർവം തലത്തുഹാകരുത് എന്ന് എന്ത് ചെയ്തത്? ഈ കൈത് പറഞ്ഞവർ ഇതിനെ തെളിവാക്കി. അങ്ങനെ ഇതാലം യതഅമ്മദി തലത്തുഹ ബിഹി എന്നതാണല്ലോ. അപ്പൊ ഇവിടെയും തഅമ്മുദ് പാടില്ല എന്ന് പറഞ്ഞു. വ ഖൗലിഹിം, എന്ന പോലെ അസ്ഹാബിന്റെ വേറൊരു കൗലിനെയും തെളിവാക്കി. എന്താ? ലൗ ഹമല മാഫീഹി ദുബാബത്തുൻ, ഒരുത്തൻ എന്താണ് ചുമന്നു, മാഫി ഒരു സാധനം, അതിന്റെ ഉള്ളിലുണ്ട് ദുബാബത്തുൻ, ഈച്ചുണ്ട്, ചത്ത ഈച്ചുണ്ട്. മസലൻ ജീവനുള്ളതല്ല, ചത്ത നജസാണല്ലോ പറയുന്നത്. ആവു മംബിഹി നജസുൻ, അല്ലെങ്കിൽ ഒരു മനുഷ്യനെ ചുമന്നു, അയാളെ മേത്ത് നജസുണ്ട്, കുട്ടിയെടുത്തു, കുട്ടി മൂത്രം ഒഴിച്ചിട്ട് ഇസ്തിഞ്ച ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ആ പമ്പേഴ്സ് കെട്ടിയിട്ട് അതിന്റെ ഉള്ളിൽ നജസുണ്ട്, ആ നജസുൻ മഅഫൂൻ അൻഹു, അത് ശരിയാ. അപ്പൊ ആ പറഞ്ഞല്ല, മഅഫൂൻ അൻഹു ആയ നജസുള്ള ആളിനെ എടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ
ആ ശരീരത്തിൽ പോലെ ഇതുപോലെ ചോരക്കുരു മറ്റോ മുറിവിൽ നിന്നോ മറ്റോ രക്തം ഒലിച്ചിട്ടുണ്ട് എന്നർത്ഥം. ബത്തലത്ത് സലാത്തുഹു എന്ന നമസ്കാരം ബാത്തിലാകും എന്ന് പറഞ്ഞു. അപ്പൊ ഈ ദുബാബത്തുള്ളതും എന്താണ്, ഈ മഹൂനേസ് ഉണ്ടെങ്കിൽ ഇവനെ അഫു ഇല്ല എന്നർത്ഥം. അതൊക്കെ അഫു ആരിൽ നിന്നാണോ പുറപ്പെടുന്നത് അവർക്കല്ലേ ഉള്ളൂ. എങ്ങനെ ഇതിനെ തെളിവാക്കി. അപ്പോ വലാ ദലീല ലഹു ഫീ ദാലിക, ആ ബാലിന് ഈ രണ്ട് മസലയിലും തെളിവില്ല. കാരണം എന്താ, ലിഅന്ന തൽതീഖൽ ഖുഫി, ഖുഫ മലിനമാക്കുക എന്നുള്ളത്, ലം യുസരിഹു ഫീഹി, അതിൽ അവര് സരീഹാക്കിയിട്ടില്ല ബി ഖുസൂസി ദമി, ദമ് എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടില്ല. അവിടെ ഹുഫയുടെ അടിയിലെ ഏത് നജസും എന്നാണ് പറഞ്ഞത് അല്ലെ, അത് ബോധപൂർവമാകരുത്. രക്തത്തിന് എന്താണ് പ്രത്യേക ആഫു ഉണ്ട് എന്ന് നമ്മൾ മുമ്പ് പറഞ്ഞല്ലോ, മറ്റു നജസിനില്ലാത്ത. അപ്പൊ അത് പ്രത്യേകമാക്കിയിട്ട് ഹുഫന്റെ അടിയിലുള്ള ദമ് എന്നവർ പറയാത്തത് കൊണ്ട് അതിന് തെളിവാക്കാൻ പറ്റൂല. മറ്റു നജസുകൾക്ക് ഇല്ലാത്ത ഒരു ആഫു ദമിനുണ്ട്. അപ്പൊ ബോധപൂർവമാണെന്നുണ്ട് എന്നുണ്ടെങ്കിലും കലീലിനെ തൊട്ട് അഫു ഉണ്ട് എന്നാ വരിക രക്തത്തില്. ഞാൻ മുത്തമയ്യിസ്, ആ ദമ് പ്രത്യേകമായതാണ് അല ഗൈരിഹി, പിന്നെ മറ്റുള്ളതിനെയും തൊട്ട്. തമയ്യസ അല ഗൈരിഹി അൻ ഗൈരിഹി എന്നുള്ള അർത്ഥം. മറ്റ് നജസിനെയും തൊട്ട് ആ പ്രത്യേകമായതാണ് ആ രക്തം. എന്തുകൊണ്ട്? ബിൽ അഫ്വി, അഫു കൊണ്ട് പ്രത്യേകമായതാണ്. പിന്നെ അഫു കൊണ്ട് അൻ ജിൻസിഹി, ആ രക്തത്തിന്റെ ജിൻസിനെ തൊട്ടുള്ള അഫു. അൻ ജിൻസിഹി എന്ന് പറഞ്ഞാൽ അഫുവിനോട് ബന്ധിച്ച ആ രക്തത്തിന്റെ ജിൻസിനെ തൊട്ട് അഫു ഉണ്ട് എന്നുള്ളത് കൊണ്ട് അത് മറ്റുള്ളതിനെ തൊട്ട് പ്രത്യേകമായിട്ടുണ്ട്. ആ ദമിനെ എന്താണ് ഇവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പൊ അവിടെ തൽത്തീഖിന്റെ അവിടെ തഅമ്മുദ് ചെയ്യരുത് എന്ന് പറഞ്ഞത്, തഅമ്മുദ് ചെയ്ത അഫു ഇല്ല എന്ന് പറഞ്ഞത് മൊത്തം നജസിനെ കുറിച്ചാ. ഇവിടെ നമ്മൾ പറയുന്ന രക്തത്തിനെ കുറിച്ചാ. അതിന് പ്രത്യേകത ഉണ്ട്. കമാ തഖററ, പറഞ്ഞുറപ്പിച്ച പോലെ എന്നാ. വബിഹി വാറക ഹംലൽ മൈത്തത്തി, വബിഹി എന്ന് പറഞ്ഞാല് ഈ രക്തത്തിന് പ്രത്യേകത ഉണ്ട് എന്ത്, അഫുവിന്റെ വിഷയത്തില് എന്നതുകൊണ്ട് മൈത്തത്തിനെ ഹംല് ചെയ്യുന്ന മസലയും വമംബിഹി നജിസുൻ മഅഫൂൻ അൻഹു, മഅഫൂൻ അൻഹു ആയ നജിസുള്ള ആളിനെ ഹംല് ചെയ്യുന്ന ഈ രണ്ട് മസലയും വേർതിരിഞ്ഞു. അതിന്റെ രക്തത്തിലല്ലല്ലോ, നമ്മൾ പറഞ്ഞ രക്തത്തിലാ. അപ്പോ ഈ അജ്നബിയുടെ രക്തത്തിനെ തൊണ്ട് കലീലിനെ തൊട്ട് അഫുണ്ട് എന്ന് പറഞ്ഞെടുത്ത് അത് തലത്തുഹ ചെയ്തത് ബോധപൂർവമാണെങ്കിലും അഫുണ്ട് എന്നാണ് ഇപ്പൊ ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് പറയുന്നത്. വയൻ അസല ബിഫിലിഹി വതഅമ്മദത് തലത്തുഹ ബിഹി എന്നാണ് പറയുന്നത്. ഇബ്നു കൈദാക്കിയതിനെല്ലാം റദ്ദ് ചെയ്ത് കളഞ്ഞല്ലോ. ഇനി വൽ ഖൈദു അല്ല വൽ ഖൈഹു വസ്സദീദു കദ്ദമി വകദാ മാഉൽ ഖുറൂഹി വൽ മുത്തനഫിതി അല്ലദീ ലഹു റീഹുൻ വകദാ ബിലാ റീഹിൻ ഫിൽ അദ്ഹരി ഖുൽതു അൽ മദ്ഹബു തഹാറത്തുഹു വല്ലാഹു അലം എന്ന. പിന്നെ അപ്പൊ ഇനി അൽ ഖൈഹു വസ്സദീദു, ഖൈഹ് ചലം, സദീദ് ചീഞ്ചലം എന്നൊക്കെ പറയുമല്ലോ. അതായത് ഈ മുറിവിലുണ്ടാകുന്ന പഴുപ്പാണ് കൈഹ്. സദീദ് എന്ന് പറഞ്ഞാല് ആ മുറിവിൽ നിന്ന് ഒലിക്കുന്ന എന്താണ്, പിന്നെ നേർത്ത ചലത്തിനാണ് പറയാ. വഹുവ മാഉൻ റഖീഖുൻ, അത് നേർത്ത മാ ആണ്. പിന്നെ ഔ കൈഹുൻ യുഖാലിത്തുഹു ദമുൻ, അല്ലെങ്കിൽ കൈഹ് തന്നെ അത് രക്തം കൂടിക്കലർന്നൊലിക്കുന്നത്, അതിനാ സദീദ് എന്ന് പറയാ. ആ കൈഹുൻ യുഖാലിത്തുഹു ദമാവുമ്പോഴാ ചീഞ്ചലം എന്ന് പറഞ്ഞ മലയാളം പറയാം. ആ മാഉൻ റഖീഖ് എന്ന് പറഞ്ഞാൽ മാഉൽ ഖുറൂഹി എന്ന് ശേഷം വരുന്ന ഒന്നുണ്ട്, അതല്ല. മുറിവിൽ നിന്ന് എന്താണ് തഗയ്യുറും രക്തവും ഒന്നും കലരാതെ വെറും ഖാലിസായ വെള്ളം പോലെ ഒലിക്കുന്ന ഒരു നീരൊലിക്കലുണ്ട്, അതല്ല. അത് താഹിറാന്ന് ശേഷം പറയുന്നുണ്ട്. പിന്നെ ഇത് പഴുപ്പിന്റെ തന്നെ റഖീഖായത്. കദ്ദമിയത് രക്തം പോലെയാണ്. ഫി ജമീ മാമറ ഫിഹി, രക്തത്തില് അതിനെക്കുറിച്ച് മുമ്പ് പറഞ്ഞ എല്ലാ വിഷയത്തിലും. ലിഅന്നഹു അസ്ലുഹുമാ, കാരണം എന്താ, ദമാണ് ഈ കൈഹിന്റെയും സദീദിന്റെയും അസ്ല്. അപ്പൊ ഹുക്കുമിൽ അങ്ങനെയാണ്. അഫു നേരത്തെ പറഞ്ഞു എടുത്തൊക്കെ അഫു ഉണ്ട്, അഫു ഇല്ല എന്ന് പറഞ്ഞെടുത്തൊക്കെ അഫു ഇല്ല. അത് തന്നെ. വകദാ മാഉൽ ഖുറൂഹി, ഖുറൂഹിന്റെ മാവും മുറിവിലെ നീര്. വൽ മുത്തനഫിത്തില്ലദീ ലഹു റീഹുൻ, മുത്തനഫിത്തിന്റെയും, മുത്തനഫിത്ത് എന്ന് പറഞ്ഞാൽ പൊള്ള, തീപ്പൊള്ളലൊക്കെ പോലെ അങ്ങനെ തൊലി വീർത്തു വരുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലൊരു നീരുണ്ടാവുമല്ലോ, ആ നീര്, അത് രണ്ടിന്റെയും നീര്.
എങ്ങനത്തെ മാ ആണ്? അല്ലദീ ലഹു റീഹുൻ, ആ മാന് റീഹുണ്ട്, ദുർഗന്ധമുണ്ട്. അത് തകയ്യറ ലൗനുഹു, അല്ലെങ്കിൽ അതിന്റെ നിറം മാറിയിട്ടുണ്ട്. അതും ഇങ്ങനെ തന്നെ എന്ന് പറഞ്ഞാല് ആ രക്തം പോലെ തന്നെ അഫു ഉണ്ട്, ഉള്ളിടത്ത് ഇല്ലാത്തടത്ത് ഇല്ല എന്നർത്ഥം. കഥാ ബിലാരീഹിൻ ഫിൽ അദ്ഹരി ബിലാരീഹിൻ വല തകയ്യറ ലൗനിൻ, ഇതുപോലെ തന്നെയാണ് ആ നീരിന്, പൊള്ളയുടെയോ അല്ലെങ്കിൽ എന്താണ് ഈ മുറിവുകളുടെയോ നീരിന് ആ വാസനയും ഇല്ല, ദുർഗന്ധവും ഇല്ല എന്ന പോലെ നിറം മാറിയിട്ടും ഇല്ലെങ്കിലും ഇങ്ങനെ തന്നെയാണ്. ഫില്ലൽ ഹരി കസദീദിൻ, അവിടെ സ്ഥിതറാക്കുന്നുണ്ട്, ശേഷം വരുന്നുണ്ട് അത് താഹിറാന്നുള്ളത്. പിന്നെ കസദീദിൻ ലാ റീഹലഹു, റീഹില്ലാത്ത സദീദ് എന്താണ് ഈ ഹുക്കുമിലല്ലേ? സദീദിന്റെ അവിടെ എന്ത് പറഞ്ഞിട്ടില്ല? റീഹുള്ളത് ഇല്ലാത്തതൊന്നും പറഞ്ഞിട്ടില്ല. എന്ന പോലെ ഖുൽതു അൽ മദ്ഹബു തഹാറത്തുഹു, ഏത് ഈ മാ ഉൽ ഖുറൂഹ്, അതിന് റീഹും തഗയ്യുറു ലൗനും ഇല്ല എന്നുണ്ടെങ്കിൽ അത് താഹിറാണ് എന്നാണ് മദ്ഹബ്. വല്ലാഹു അലം. ഇനി ഫറോൻ കുറെ മഹൂവാത്തോടി പറയാ. യുഫ ഐദൻ അൻ ദമിൽ മനാഫിദി, മംഫദുകള്, കണ്ണ്, മൂക്ക്, ചെവി എന്ന പോലെ മുൻദ്വാരം, മലദ്വാരം, മൂത്രദ്വാരം, ഇതൊക്കെ മനാഫിദുകളാണല്ലോ. ഇതിലൊക്കെ രക്തത്തിനെ തൊട്ട് അഫുണ്ട്. കമാ ദല്ല അലൈഹി കലാമുൽ മജ്മൂഇ, മജ്മൂഇന്റെ കലാം അറിയിച്ചിട്ടുണ്ട് അതിന്റെ മേലിൽ. എവിടുത്തെ കലാമ്? ഫി റുആഫിൽ ഇമാമിൽ മുസാഫിരി, മുസാഫിറായ ഇമാമിന് റുആഫ്, തരിമൂക്ക് പൊട്ടിയിട്ട് മൂക്കിന്ന് രക്തം വന്നാല് മസല പറഞ്ഞിട്ടുണ്ട്. അവിടെ ഇത് പറഞ്ഞിട്ടുണ്ട്. വഫി അവായിൽ തഹാറത്തി, തഹാറത്തിന്റെ തുടക്കത്തിലും പറഞ്ഞിട്ടുണ്ട്. ഇത് രണ്ടിലുമുള്ള മജ്മൂഇന്റെ കലാം അറിയിക്കും പോലെ എന്നാ. അവിടെയുള്ള കലാം എന്താ? മിനൽ അഹുവി, മജ്മൂഇന്റെ കലാമാണ് പറയുന്നത്. അഫു എന്തിനെ തൊട്ട്? അഫു അൻ ഖലീലി ദമിൽ ഹൈലി, ഹൈലിന്റെ രക്തത്തിൽ നിന്ന് ഖലീലിനെ തൊട്ട് അഫു ഉണ്ട് എന്ന് പറഞ്ഞ മജ്മൂഇന്റെ കലാമ് ഈ ദമുൽ മനാഫിദിനെ തൊട്ട് അഫു ഉണ്ട് എന്നുള്ളതിന്റെ മേൽ അറിയിക്കുന്നു. പിന്നെ മസഅത്തുഹു ബിരീഖിഹ, ആ പെണ്ണ്, ഹൈലുള്ള പെണ്ണ് അതിനെ നീക്കിയാലും, എന്തിനാ? രക്തത്തിനെ അവളെ വസ്ത്രത്തിൽ നിന്ന് നീക്കി, അങ്ങനെ ബിരീഖിഹ, അവളുടെ തുപ്പല് തൊട്ടിട്ട് അതിനെ മായ്ച്ചു കളഞ്ഞു. മസായത്തിന്റെ അർത്ഥം പറഞ്ഞ അദ്ഹബത്ത്, അവള് എന്ത് ഇല്ലാതെയാക്കി. ഹുവ ദമിന ബിഹിയ, രീക്ക് കൊണ്ട്. അതിനെ അങ്ങനെ ഇല്ലാതാക്കുന്നതിൽ കുബഹി മന്ദരിഹി, അതെ രക്തത്തിന്റെ കറ പെണ്ണുങ്ങളെ വസ്ത്രത്തിൽ ഇങ്ങനെ കണ്ടാലേ, സംഗതി എല്ലാവർക്കും അറിയുന്ന എങ്ങനെ പെണ്ണുങ്ങൾക്ക് ഉണ്ടാവും അങ്ങനെയൊക്കെ. പക്ഷെ അതൊരു മോശ. അപ്പൊ പെണ്ണുങ്ങൾ എന്താവും? അവിടെ ഒരു തുള്ളി രക്തം ഇറ്റി കഴിഞ്ഞാല് അപ്പൊ അത് വെള്ളം കഴുകാൻ സൗകര്യപ്പെട്ടില്ലെങ്കിൽ ചിലപ്പോൾ തുപ്പല് വിട്ടിട്ട് അങ്ങനെ മായ്ച്ചളെ, എന്നാലും അഫുണ്ട് എന്നാ. പിന്നെ വഖദ് ബസത്തുൽ കലാമ അലാ ദാലിക, ഈ മനാഫിദിന്റെ ദമിനെ തൊട്ട് അഫുണ്ട് എന്നുള്ള ഈ മസലയില് ഞാൻ ദീർഘമായി സംസാരിച്ചിട്ടുണ്ട്. അവിടെ ഫി ശറഹിൽ ഉബാബി എങ്ങനെ സംസാരിച്ചു? ബിമാ, ഒരു കലാമ് കൊണ്ട് സംസാരിച്ചു. ലാ യുസ്തഗ്നാൻ മുറാജഅത്തിഹി, അത് മുറാജഅത്ത് ചെയ്യലിനെ തൊട്ട് ഇനയില്ലാത്തതാണ്, നിർബന്ധമായും നോക്കേണ്ടതാണ് എന്നർത്ഥം. വമിൻഹു ഖൗലുഹു, ആ എന്താണ് കലാമിൽ പെട്ടതാണ് ഖൗലുഹു. വമിൻഹു പിന്നെ ശറഹുലുബാബിന്റെ കൗല്, ഖൗലുഹു എന്ന് പറഞ്ഞാൽ ശറഹുലുബാബിന്റെ കൗല് ആ നീട്ടിപ്പറഞ്ഞതിൽ പെട്ടതാണ്. ഫഉലിമ, എന്താണ് ശറഹുലുബാബിന്റെ കൗല്? അറിയപ്പെട്ടു. അന്നൽ അഫു അൻ ഖലീലി ദമി ജമീഉൽ മനാഫിദി, മനാഫിദുകളിൽ നിന്ന് എല്ലാ മംഫദിന്റെയും രക്തത്തിൽ നിന്ന് ഖലീലിനെ തൊട്ട് അഫു ഉണ്ട് എന്നുള്ളതാണ് ഹുവൽ മങ്കൂലുല്ലദി അലൈഹിൽ അസ്ഹാബു. സഹാബി എല്ലാവരും പറയുന്ന മങ്കൂലായ അഭിപ്രായം അതാണ് എന്ന് അറിയപ്പെട്ടു എന്ന് ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ മഹല്ലുൽ അഫു അൻ ഖലീലി ദമിൽ ഫർജൈനി, അപ്പോ മനാഫിദിന്റെ ദമിനെ തൊട്ട് അഫു ഉണ്ട് എന്ന് പറയുമ്പോ ഫർജൈനി, മുൻദ്വാരവും പിൻദ്വാരവും, അതിൽ നിന്ന് പുറപ്പെടുന്ന ദമിന്റെയും ഖലീലിനെ തൊട്ട് അഫു ഉണ്ട് എന്ന് വരുമല്ലോ. ഹൈല് രക്തം അത് തന്നെയാണല്ലോ. അപ്പൊ അവിടെ ഒരു കൈതുണ്ട്. അതിന്റെ അഫുവിന്റെ മഹല്ലി ഇദാലം യഖ്റുജു മിൻ മഅദിനിൻ നജാസത്തി, നജാസത്തിന്റെ ആസ്ഥാനത്തുനിന്ന്, അതിന്റെ ഉറവിടത്തുനിന്ന് പുറപ്പെട്ടിട്ടില്ലെങ്കിലാ. അതിന്റെ ഉറവിടം ഏതുപോലെ? കൽ മസാനത്തി, മൂത്രസഞ്ചി പോലെ. മഹല്ലിൽ ഗായിത്തി, പിന്നെ മഹല്ലുൽ ഗായിത്ത് അത് പിന്നെ മലാശയം പോലെ, മലാശയം എന്നല്ലേ പറയാ, അത് തന്നെ. അപ്പൊ അവിടുന്ന് പുറപ്പെട്ടിട്ടില്ലെങ്കിലാണ്, അവിടുന്ന് പുറപ്പെട്ട ആക്കുമില്ല.
അത് അവിടുന്നാണ് പുറപ്പെട്ടതെന്ന് ഉറപ്പ് വേണം, എന്നാലേ ഉള്ളൂ. വലാത്തല്ലുറു മുലാഖാത്തുഹു, എന്നാൽ ഈ ഫർജൈനിയിൽ നിന്ന് ദമു പുറപ്പെടുമ്പോ ഈ മഅദിനുൻ നജാസത്ത് അല്ലാതെ അതിന്റെ മൂത്രനാളി അല്ലെങ്കിൽ മലം പുറപ്പെടുന്ന നാളി ഉണ്ടല്ലോ, അവിടൊക്കെ വെച്ച് നജസുമായി മുലാഖാത്താവൂലേ അതിന്റെ മജ്റ. അതാ വലാത്തല്ലുറു മുലാഖാത്തുഹു, ഈ ദമു മുലാഖാത്താകൽ ബുദ്ധിമുട്ടില്ല. എന്തിനോടില് മജ്റാഹ, ആ നജാസത്തിന്റെ മജ്റ, നജാസത്ത് ഒലിക്കുന്ന ആ സ്ഥലത്തിനോട് മുലാഖാത്താവുമ്പോ എന്തുവരും? മഅദിൻ നജാസത്ത് എന്ന് പുറപ്പെടും പോലെ തന്നെ അല്ലേ, അപ്പൊ അഫു ഇല്ലാതിരിക്കണ്ടേന്നാ. ഫീ നഹ്വി ദമിൽ ഖാരിജി മിൻ ബാത്തിനി ദക്കരി, ദക്കറിന്റെ ബാത്തിനിൽ നിന്ന് പുറപ്പെടുന്ന രക്തം പോലത്തതിൽ അവിടെ മുലാഖാത്തുണ്ടാകുന്നു എന്നത് ലററല്ല. കാരണം എന്താ? ലിഅന്നഹ ലറൂരിയത്തുൻ, ആ മുലാഖാത്ത് ലറൂരിയത്താണ്, അത് ഒഴിവാക്കാൻ മാർഗമല്ല. അപ്പൊ അതുകൊണ്ട് അതിന്റെ പേരിൽ അഫു ഇല്ലാതായി പോകില്ല, അഫു ഉണ്ടാവും. വഫീ കലാമിൽ മജ്മൂഇൽ മദ്കൂരി, ഇനി മദ്കൂറായ മജ്മൂഇന്റെ കലാമിലുണ്ട് എന്തുണ്ട്? അത്തസ്രീഹു, സരീഹാക്കലുണ്ട് ബി അന്നഹു ലാ അസറ ലി ഖൽത്തി ദമി ബിർരീഖി ഖസ്ദൻ, രക്തത്തിനെ തുപ്പലുമായിട്ട് കലർത്തി, അതുകൊണ്ട് കുഴപ്പമില്ല. ഖസ്ദൻ, ബോധപൂർവം കലർത്തി, എന്നാലും അസറില്ല എന്ന് പറഞ്ഞാൽ അഫു ഇല്ലാതാവൂല, അഫുവിനെ സ്വാധീനിക്കൂല, അഫു ഉണ്ട്. ഒബിഹിയത്തായത് കൗലുൽ മുത്തവല്ലി, അതുകൊണ്ടിട്ട് ഇമാം മുത്തവല്ലി പറഞ്ഞ കൗല് ശക്തിയാകുന്നുണ്ട്. എന്താ? ലാ യുവസ്സിറു, മുത്തവല്ലി ഇമാം പറഞ്ഞതാ, ലാ യുവസ്സിറു ഇഖ്തിലാത്തുദ്ദമിൽ മഅഫൂവി അൻഹു, മഅഫൂൻ അൻഹുവായ രക്തം കൂടിക്കലർന്നത് കൊണ്ട് കുഴപ്പമില്ല. എന്തുമായി കൂടിക്കലർന്നു? ബി റുത്തൂബത്തിൽ ബദനി, ശരീരത്തിന്റെ നനവുമായിട്ട് കൂടിക്കലർന്നു, അതുകൊണ്ട് തഹ്സീറില്ല എന്ന് പറഞ്ഞാൽ അഫുവിൽ തഹ്സീർ സ്വാധീനിക്കുന്നല്ല, അഫു എന്നാലും ബാക്കി ഉണ്ടാവും. ആഫ്ത ഷെയ്ഖുന സക്കരിയ അൻസാരി റഹിമഹുല്ലാഹ് ഒത്തു കൊടുത്തിട്ടുണ്ട് ബി അന്നഹു ലാ അസറ ലിൽ ബുസാഖി, തുപ്പലിന് അസറില്ല, അലദ്ദമിൽ മഅഫൂവി അൻഹു, മഅഫൂൻ അൻഹു ആയത് രക്തത്തിന്റെ മേലിൽ തുപ്പി വരുത്താൻ, അതുകൊണ്ട് അസർ കുഴപ്പമില്ല, അഫു എന്നാലും ബാക്കി ഉണ്ടാവും. അപ്പൊ ഇതാലം എന്തഷിർ ബിഹി, ആ രക്തം പരന്നിട്ടില്ലെങ്കിൽ, ബിഹി തുപ്പല് കൊണ്ടിട്ട് മറ്റു ഭാഗങ്ങൾക്ക് പരന്നിട്ടില്ലെങ്കിൽ അസറില്ല, പരന്നാല് പിന്നെ പറ്റൂല. വക്കദ്ദമി ഫീമാ ദുക്കിറാൽ കൈഹു വസ്സദീദു, ഈ പറഞ്ഞ വിഷയങ്ങളിലൊക്കെ രക്തം പോലെ തന്നെയാണ് കൈഹും സദീദും. അപ്പോ തുപ്പല് അയില് പറ്റി, അല്ലെങ്കിൽ റുതൂബത്തുൽ ബദനുണ്ടായി, അല്ലെ ബുസാക്ക് ഉണ്ടായി, അതുകൊണ്ടൊന്നും ആ കൈഹ് സദീദിന്റെ അഹു നഷ്ടപ്പെടൂല എന്നർത്ഥം. ഇനി വലൗ റഅഫ ഫിസ്സലാത്തി, ഒരുത്തന് തരിമൂക്ക് പൊട്ടി രക്തം പുറപ്പെട്ടു, മൂക്കുന്ന രക്തം വന്നു, നിസ്കാരത്തിൽ വെച്ചിട്ടാണ് ഫിസ്സലാത്തി, വലം യുസിബുഹു മിന്നു ഇല്ലൽ ഖലീൽ, എന്നിട്ട് ആ രക്തത്തിൽ നിന്നിന്റെ ശരീരത്തിൽ പുരണ്ടിട്ടില്ല. വലം യുസിബുഹു, പിന്നെ അവൻ എത്തിച്ചിട്ടില്ല, ഹു എന്ന് പറഞ്ഞ രക്തത്തിന് അല്ല, വലം യുസിബ്, ഹു ആ രക്തത്തിനെ എത്തിച്ചിട്ടില്ല, മിൻഹു ഇല്ലൽ ഖലീൽ, യുസിബുഹു എന്ന് പറഞ്ഞതിന്റെ യുസിബിന്റെ ഫായിലാണ് ഖലീൽ. ലം യുസിബുഹു ഇല്ലൽ ഖലീൽ, ഖലീലല്ലാതെ അവനിൽ എത്തിച്ചിട്ടില്ല. ഹു എന്ന് പറഞ്ഞത് ആ നിസ്കരിക്കുന്ന ആള്, അവന്റെ ശരീരത്ത് പരണ്ടിട്ടില്ല, മിൻഹു ഈ രക്തത്തിൽ നിന്ന്, റുആഫിന്റെ രക്തത്തിൽ നിന്ന്, ഇല്ലൽ ഖലീലു, ഖലീലല്ലാതെ പരണ്ടിട്ടില്ല. എന്നാൽ അമ്യക്തഹ, നിസ്കാരം മുറിക്കേണ്ടതില്ല എന്ന് പറഞ്ഞാല് അഫു ഉണ്ട്. വൈൻ കസുറ നുസൂലുഹു അല മുൻഫസിലിൻ അൻഹു, അപ്പൊ മൂക്കുന്ന രക്തം കൂടുതലായിട്ട് ഇറങ്ങിയിട്ടുണ്ട്, ഒലിച്ചിറങ്ങിയിട്ടുണ്ട്. അല മുൻഫസിലിനാണ്, ഇവന്റെ ശരീരത്തിൽ നിന്ന് മുൻഫസിലായ ഒരു വസ്തുവിലേക്ക്, ഒരു സ്ഥലത്തേക്ക്, ഇവന്റെ ശരീരത്ത് പറ്റിയിട്ടില്ല, ശരീരത്ത് കുറച്ച് മാത്രമേ പറ്റിയിട്ടുള്ളൂ, എന്നാൽ നിസ്കാരം മുറിക്കണ്ട, നിസ്കാരം ബാത്തിലായിട്ടില്ല, അഫുണ്ട്. അപ്പൊ ഇവനിങ്ങനെ ദൂരത്തേക്ക് പിടിച്ചു, മൂക്കിങ്ങനെ പുറത്തേക്ക് പിടിച്ചപ്പോ ഇവന്റെ ശരീരത്ത് വീഴാത്ത രീതിയിൽ, പറ്റാത്ത രീതിയിൽ കുറെ രക്തം പോയി, എന്നാലും കുഴപ്പമില്ല. വൈൻ കസുറ, ഇനി അപ്പൊ കസീറാണെങ്കിലോ, മാ അസാബഹു, ഇവന്റെ ശരീരത്തിൽ പറ്റിയത് കസീറാണെങ്കിലോ, ലസിമഹു ഖത്ഉഹ, നിസ്കാരം നിർത്തൽ നിർബന്ധമാണ്. വലോ ജുമഅത്തൻ, ജുമയാണെങ്കിൽ നിർത്തണം. ഖിലാഫൻ ലിമൻ വഹിമ ഫീഹി, ജുമയിൽ ഖത്ഉ ചെയ്യണ്ട എന്ന് ചിലവർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടെ ഖത്ഉ ചെയ്യണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? നിസ്കാരം ബാത്തിലായി എന്നാണ്, അല്ലേ? ജുമയാണെങ്കിൽ നിസ്കാരം ബാത്തിലായി തന്നെ, എന്നാ നിർത്തിയിട്ട് പോയിട്ട് എന്താക്കണം? ഇനി അതെല്ലാം കഴുകി കളഞ്ഞിട്ട് വേറെ വന്നിട്ട് നിസ്കരിക്കണം എന്നല്ലേ? അപ്പൊ നിസ്കാരം ബാത്തിലായി, അഫുവില്ല എന്നാണ് പറയുന്നത്. ഔ ഖബലഹ, അപ്പൊ ഇനി അല്ലെങ്കിൽ ഈ റുആഫ് ഉണ്ടായ നിസ്കാരം തുടങ്ങുന്നതിന്റെ മുമ്പാ, നേരത്തെ വലൗ റഅഫ ഫിസ്സലാത്തി എന്ന് പറഞ്ഞല്ലോ, അതിന്റെ മേലെ എത്തുഫാണ് ഖബലഹ. അപ്പൊ വലൗ റഅഫ ഖബല സലാത്തി വദാമ, എന്നിട്ട് ആ റുആഫ് നിലനിൽക്കുകയും ചെയ്തു.
നിസ്കാരം തുടങ്ങിയില്ല, അതിനു മുമ്പ് രക്തം മൂക്കുന്ന് ഇങ്ങനെ വന്നു നിലനിന്നു. ഫൈൻ റജാ എങ്കിത്താഹു, അപ്പാ ദമ മുങ്കത്തിയാകും, മാറു ആഫ് മുങ്കത്തിയാകുമെന്നവന് പ്രതീക്ഷയുണ്ടെങ്കിൽ വൽവക്ത് മുത്തസിവൻ, നിസ്കാരത്തിന്റെ സമയവും വിശാലവുമാണ്. എന്നാൽ ഇന്ദലറഹുവ എങ്കിത്താഹ്, ആ രക്തം നിലയ്ക്കുന്നതിനെ പ്രതീക്ഷിക്കണം. ഇല്ല, അങ്ങനെ രക്തം നിലയ്ക്കുമെന്ന് പ്രതീക്ഷയില്ല, അല്ലെങ്കിൽ സമയം വിശാലമല്ല. എന്നാൽ തഹഫല കസ്സലിസി, ഇവന് എന്ത് ചെയ്യണം, വെച്ച് കെട്ടുകയൊക്കെ വേണമെന്നർത്ഥം. ഹിഫ്ല് ചെയ്യണം. തഹഫല സെലിസിനെ പോലെ വെച്ചൊക്കെ കെട്ടിയിട്ട് പിന്നെ ഒതെടുത്ത് നിസ്കരിക്കണം. ഖിലാഫൻ ലിമൻ സാമ ഇന്തിലാറഹു, അവിടെയും ഇന്തിലാർ ബാധിച്ചവർക്കെതിരായിട്ട്. വൈൻ ഹറജൽ വക്തു, സമയം കഴിഞ്ഞാലും ഇന്തിലാർ ചെയ്യണമെന്ന് പറഞ്ഞവർക്കെതിരായിട്ട്. അങ്ങനല്ല. പിന്നെ കമാ യുഅഖിറു, നിസ്കാരം ബിന്ദിക്കും പോലെ. എന്തിന്? ലി ഗുസ്ലി സൗബിഹിൻ നജിസി, നജസായ വസ്ത്രം കഴുകാൻ വേണ്ടി എന്താണ് നിസ്കാരം ബിന്ദിക്കുക. വൈൻ ഹറജ, അത് സമയത്തുനിന്ന് പുറപ്പെട്ടാലും. അതായത് താഹിറായ വസ്ത്രമല്ല, നജസായ വസ്ത്രമേ ഉള്ളൂ. വെള്ളമുണ്ട്, കഴുകി കൊടുത്തു വരുമ്പോഴത്തേക്ക് നിസ്കാരം കൊളായി പോകും. എന്നാലും എന്താക്കണം, അത് കഴുകി കൊടുത്താൽ നിസ്കരിക്കേണ്ടത് എന്ന് പറഞ്ഞ പോലെയാണ് എന്നാ. അങ്ങനെയല്ല, ഇവിടെ വെച്ച് കെട്ടിയിട്ട് നിസ്കരിക്കാൻ വേണ്ടിയത്. വയുഫ്റഖു ബി ഖുദ്റത്തി ഹാദാ അലാ ഇസാലത്തിൻ നജസി മിൻ അസ്ലിഹി. അപ്പൊ ഇതും അതും തമ്മിൽ, ഈ വസ്ത്രം കഴുകുന്ന മറ്റേതായിട്ട് എന്താ വ്യത്യാസം? ഹാദ എന്ന് പറഞ്ഞാൽ ഇയാൾക്ക്, ഈ വസ്ത്രം കഴുകുന്ന ആളിന് കഴിവുണ്ട് എന്നതാണ് ഫർക്ക്. എന്തിന്റെ മേൽ കഴിവുണ്ട്? അല ഇസാലത്തിൻ നജസി മിൻ അസ്ലിഹി, നജസിനെ പൂർണ്ണമായി നീക്കാൻ കഴിയും. കാരണം കഴുകിക്കളയാണല്ലോ. ഫലസിമത്തുഹു, അപ്പൊ ആ ഇസാലത്ത് നിർബന്ധമായി, ഹു ഇവന് അത് നിർബന്ധമായി, ഇസാലത്ത് നിർബന്ധമായി. ബി ഖിലാഫിഹി ഫി മസലത്തിന, നമ്മളെ മസലയിലുള്ള നജസിനെതിരായിട്ട്. അതായത് പിന്നെ നമ്മളെ മസലയില് എന്താണ്, ഇവന് തഹഫുദല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അത് നജസ് പൂർണ്ണമായും എന്താകുന്നില്ല, നീങ്ങുന്നില്ലല്ലോ എന്ന്, പിന്നെ ഒലിച്ചോണ്ടിരിക്കല്ലേ ചെയ്യുക. അപ്പൊ അങ്ങനെ രണ്ടും വ്യത്യാസമുണ്ട് എന്നാ. ഇനി നജസ് ശരീരത്തുണ്ടായി നിസ്കരിച്ചാൽ എന്ത് ചെയ്യണം എന്നാ പറയുന്നത്. വസല്ലല്ലാഹു വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.